ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്നിട്ട് 4 മാസങ്ങൾ പിന്നിടുകയാണ്. ദുരന്തമുഖത്തും രാഷ്ട്രീയ വേർതിരിവ് കാണിക്കുന്ന BJP സർക്കാരിന്റെ അങ്ങേയറ്റം മോശമായ വിവേചന നിലപാടിനെതിരെ കേരളത്തിലാകെ LDFന്റെ പ്രക്ഷോഭം അലയടിച്ച ദിവസമായിരുന്നു ഇന്ന്. എന്നാൽ കേരളത്തിന്റെ ഈ പൊതുവികാരത്തോടൊപ്പം നിൽക്കാൻ എത്ര മാധ്യമങ്ങളാണ് തയ്യാറായത്? വലതുപക്ഷത്തിനൊപ്പം നിന്ന് കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് സ്തുതി പാടുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നതെന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ചയ്ക്ക് വഴിവെച്ചത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. കൈരളി ന്യൂസ് മാത്രമാണ് കേരളത്തിൻ്റെ ഈ കൂട്ടായ വികാരത്തോടൊപ്പം അർഹിക്കുന്ന പ്രാധാന്യം നൽകി പങ്കുചേർന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ആ കുറിപ്പ്. രാഷ്ട്രീയ വിയോജിപ്പുകൾ മാറ്റിവെച്ച് ഒരുപാട് മനുഷ്യർ LDF പ്രക്ഷോഭത്തിൽ ചേർന്നപ്പോൾ മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പല മുഖ്യധാരാ മാധ്യമങ്ങളും ചർച്ച ചെയ്തത് പൂജാ ബെമ്പർ ലോട്ടറിയും ആന കുഴിയിൽ വീണ വാർത്തയുമൊക്കെയാണെന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഷമീർ TP എന്ന വ്യക്തിയാണ് ഈ കുറിപ്പ് പങ്കുവച്ചത്. കേരളത്തോടുള്ള വിവേചനം കേന്ദ്ര സർക്കാർ ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. സാമ്പത്തികമായി പല ഘട്ടങ്ങളിലും BJP സർക്കാർ കേരളത്തോട് വിവേചനം കാണിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ അവഗണനയ്ക്കെതിരെ എന്നും ശബ്ദമുയർത്തിയ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാൻ പല മാധ്യമങ്ങളും തയ്യാറാകാത്തതിന് കാരണം അന്ധമായ ഇടതുപക്ഷ വിരോധമാണെന്ന് പൊതുസമൂഹവും ചർച്ച ചെയ്യുന്നു. മാധ്യമങ്ങളുടെ ഈ നിലപാടിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം മാധ്യമങ്ങളാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. ഇവരെ യഥാർത്ഥത്തിൽ ഇവരാ പ്രതിപക്ഷം. PD സതീശനെ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് സതീശൻ? ഇന്ന് മനോരമ പറഞ്ഞത് നാളെയും കൂടി സതീശൻ വായിച്ച് മറ്റന്നാളാണ് സതീശൻ്റെ പ്രസംഗം ഉണ്ടാകുക. അല്ലാണ്ട് സതീശൻ പറഞ്ഞത് മനോരമ കൊടുക്കുന്നതല്ല. ഇന്ന് പ്രസംഗിച്ചത് നാളെയും കൂടി നോക്കും, എന്നിട്ട് മറ്റന്നാളെ അത് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ഇതാ ചിത്രം. യഥാർത്ഥത്തിൽ ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രതിപക്ഷാരാ മാധ്യമങ്ങളാണ്. അതെല്ലാം നമുക്കെതിരുവാണ്. എന്നിട്ടും ഇവർ ഇപ്പോഴും ആലോചിക്കുന്നില്ല. എന്നിട്ടും ഈ പാർട്ടി ഇങ്ങനെ നിലനിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ഇപ്പോഴും ആലോചിച്ചിട്ടില്ല. ഈ മാധ്യമ ശൃംഖലകൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഷീറ്റിൻ്റെ ഭാഗമായിട്ടല്ല ഞങ്ങൾ നിലനിൽക്കുന്നത്. ഇവരുടെ ആരുടെയും ഷീട്ടിൻ്റെ മേലെയല്ല ഞങ്ങൾ പറന്നു പോന്നിട്ടുള്ളത്. മാധ്യമങ്ങൾ തെറ്റായ കാര്യം പറഞ്ഞാൽ തെറ്റായ കാര്യമാണ് പറഞ്ഞത് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ പോലും അങ്ങനെ തെറ്റുപറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു ഉളുപ്പും ഇവർക്കില്ല. ആ ഭരണകൂടത്തിലെ 4 ഭാഗമാണ് ഞാൻ പറഞ്ഞത്. 1 എക്സിക്യൂട്ടീവ്, 2 ജുഡീഷ്യറി, 3 ലെജിസ്ലേച്ചർ, 4 ഈ 4th എസ്റ്റേറ്റ് എന്ന് പറയുന്ന പത്രം മാധ്യമം. ആ മാധ്യമത്തിൽ നമുക്കൊന്നുമില്ല. ആകെ ഒരു ദേശാഭിമാനി, ഒരു ജനയുഗം അല്ലേ, പിന്നെ കൈരളി. അതേസമയം കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും M. സ്വരാജ് നിശിതമായി വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസാസ്റ്റർ ടൂറിസ്റ്റർ ആണെന്നായിരുന്നു M. സ്വരാജിന്റെ വിമർശനം. വാനനിരീക്ഷണം നടത്താതെ നേരിട്ട് ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി കടന്നു വന്നത് ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കി ജനങ്ങളെ സഹായിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാനായിരുന്നില്ല. പ്രധാനമന്ത്രി വന്നത് ഒരു ഡിസാസ്റ്റർ ടൂറിസ്റ്റ് ആയിട്ടായിരുന്നു. മനസ് RSSന്റേതാണ്. ചലനമറ്റ മൃതശരീരങ്ങളും നാടിനെ തകർക്കുന്ന ദുരന്തവും ആസ്വദിക്കുന്ന മാനസികാവസ്ഥയാണ് മനുഷ്യവിരുദ്ധതയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാരത്തിനും RSSനും ഉള്ളത്. അദ്ദേഹം ആസ്വദിക്കാൻ വന്നതായി. തകർന്ന വയനാടിനെ, മലയാളിയുടെ കണ്ണുനീരിനെ ഇനിയും വീണ്ടെടുക്കാനാവാത്ത ഉറ്റവരുടെയും ഉടയവരുടെയും മൃതശരീരങ്ങൾ, അവർ മരിച്ചോ എന്ന് പോലും ഉറപ്പില്ലാത്തവർ ഈ അരക്ഷിതാവസ്ഥയുടെ ഈ ദുരന്തത്തിന്റെ മുഖത്ത് ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുമായി കടന്നു വന്ന ആളായിരുന്നു അദ്ദേഹം എന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളം വിറങ്ങലിച്ച ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായി 4 മാസത്തിനുപ്പുറവും കേന്ദ്ര അവഗണനയിൽ വ്യക്തമാവുന്നത് കേരളത്തോടുള്ള പക മാത്രമാണ്. ദുരന്തമുണ്ടായി 11ാം നാൾ വയനാടെത്തി വലിയ പ്രഖ്യാപനവും ഫോട്ടോഷൂട്ടും നടത്തിപ്പോയ പ്രധാനമന്ത്രി പിന്നീട് പറഞ്ഞതെല്ലാം മറന്നു എന്നതാണ് ഇന്ന് വരെയുള്ള കാഴ്ച. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ BJP സർക്കാരിനെതിരെ ഒരു വാക്കുപോലും മിണ്ടാത്ത വലതുപക്ഷ മാധ്യമങ്ങളുടെ മിണ്ടാനയം ജനം എക്കാലത്തും ഓർത്തുവെക്കും.